ഇതാണ് ഒരു ചരിത്രവിസ്മയം. പാലൻ പുലയൻ ക്ഷേത്രം. വേളി സ്വദേശിനി മാലപ്പുലയി അസാധാരണ അടിമത്തത്തിലൂടെ കല്ലാവുകയും മായാദേവി പ്രതിഷ്ഠ നേടുകയും ചെയ്തപ്പോൾ ഇവിടെ കോഴഞ്ചേരി കഞ്ഞീറ്റുകരയിൽ പാലൻ പുലയൻ എന്ന പ്രതിഷ്ഠ 3 പതിറ്റാണ്ട് മുൻപേ സ്ഥാപിച്ച് ആരാധിച്ചു പോരുന്നു. ആഢ്യപാരമ്പര്യമോ വേദപരിവേഷമോ ഇല്ലാതെ ആചാരാനുഷ്ഠാനങ്ങൾ സ്വന്തം ഒത്തിരേയത്തുമ്പിൽ സൂക്ഷിച്ചിരുന്ന സവർണ മേധാവിത്വ കാലത്ത് മണ്ണിൽ പണിയെടുത്ത് അന്നം തേടിയിരുന്ന അടിമത്വത്തിൻ്റെ മൃഗീയ കാലം പേറി ജാതി വിവേചനത്തിൻ്റെ അതിതീക്ഷ്ണമായ കാലത്ത് ഒരു പുലയനെ ദൈവമായി പ്രതിഷ്ഠിച്ചുവെന്ന് കേൾക്കുന്നത് തന്നെ വിസ്മയിപ്പിക്കുന്നതാണ്. പക്ഷേ അതാണ് ചരിത്രസത്യം. പമ്പാനദി തീരത്തിനോടടുത്ത് റാണി ഐരൂരിലെ കഞ്ഞീറ്റുകരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ജാതിയോ മതമോ ഇല്ല എന്നതുകൊണ്ട് തന്നെ വിവിധ ആളുകൾ ജാതിമതഭേദമന്യേ തങ്ങളുടെ കാര്യസിദ്ധിക്കായി പാലൻ പുലയനപ്പൂപ്പനെ തേടിയെത്തുന്നു. പുലയനെന്നാൽ പുലത്തിൻ്റെ അല്ലെങ്കിൽ മണ്ണിൻ്റെ അധിപൻ എന്നാണ് അർത്ഥം. ചിറ്റേടത്ത് തറവാട്ടിലെ പ്രധാന കർഷക തൊഴിലാളിയായിരുന്ന പാലൻ പുലയൻ ഇന്ന് ജാതിമതഭേദമന്യേ എല്ലാവരെയും കാക്കുന്ന ദൈവമായതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഇതിനെ കഥയെന്നോ ചരിത്രവിസ്മയമെന്നോ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് കാഴ്ചക്കാർ തീരുമാനിക്കട്ടെ. ചോദി ഓംബ്ര നിന്റെ ചെക്കൻ്റെ ദീനം മാറിയോ? മാറിയമ്പ്ര. ഓ, കിട്ടുണ്ണി വൈദ്യരെ കൂട്ടല്ലേ, ഫലിക്കാതിരിക്കില്ല. എന്റെ ദേവി തേവ. ഓംബ്ര എന്താടാ ഒരു കള്ള ലക്ഷണം? ഒന്നുമില്ലമ്പ്ര. എല്ലാം ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. എല്ലാം ഇത്തിരി കൂടുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ലമ്പ്ര. ഉവ്വ നീ സേവിക്കേ, വഴി കിടക്കേ, എന്തു വേണമെങ്കിലും ചെയ്. കുടിപ്പോയി ലേള ഉണ്ടാക്കണേ എന്തിനാ? പെണ്ണുങ്ങളെ തല്ലാൻ ഉളുപ്പില്ലേടൂ. തനിക്കങ്ങനെ വേണമെങ്കിൽ വാ, നമുക്ക് റിവ്യൂ നോക്കാം. എന്താ ശേഖരൻ? റാൻ എന്ത് തല്ലി നോക്കാന്നോ? അയ്യോ, അതല്ല പറഞ്ഞത്. ഇത്തവണ വെയിൽ കടുത്തിട്ടാണല്ലോ ചെക്കു. ഓ, പ്രായമായിരുന്നു, ഓർമ്മ വേണം. അല്പം വിശ്രമിച്ചിട്ടൊക്കെ മതി പണി. അല്ല, പാലനെ കണ്ടില്ലല്ലോ. പാലൻ അരുക്കുഴിയിൽ പണിക്കാർ കൂടുതലാ, അവൻ അങ്ങോട്ട് പോയി. പാലൻ ഈ തറവാടിന്റെ ഭാഗ്യ. എല്ലാ കാര്യങ്ങളും കയറി കൃത്യ. ഒരു നെല്ലിട കള്ളത്തരവുമില്ല. പാലം പുലയനാണ് പുലയൻ.
ഇളംപുരിടത്തിലേതാണല്ലേ? ഉവ്. കൊല കണ്ടാൽ അറിയാം മണ്ണിന്റെ ഗുണം. പകുതി പാലനെടുത്തോളൂ. അരുവിക്കുഴിയില് പണിക്കാര് കൂടുതലായിരുന്നെന്ന് ശങ്കരൻ പറഞ്ഞു. ഉണ്ടായേ? ആർക്കും അലോസരമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല. ഉണ്ടാവരുത്. അവരുടെയും കൂടി അധ്വാനത്തിന്റെ ഫലമാ ഈ തറവാട്. ചിറ്റയെടുത്ത് തറവാട്ടിലേക്ക് പണിക്ക് വരാൻ എല്ലാവർക്കും ഉത്സാഹമാണ്. ഇവിടെ കിട്ടണ സ്നേഹവും പരിചരണവും വേറെ എങ്ങും കിട്ടണമെന്നാ അവര് പറയണേ. മനുഷ്യനെ മനുഷ്യനായി കണ്ടാ മതി പാല. ഓ. വാഴക്കുല അടുക്കളപ്പുറത്തേക്ക് വെച്ചു. പകുതി കൊണ്ടുപോകാൻ മറക്കണ്ട. പൊന്മലത്താഴത്തെ പണിക്കാരോട് ശ്രദ്ധിക്കാൻ പറയണം. പുലിയിറക്കുന്ന ഇടവാ. എന്താ പാല കാഞ്ഞാറ്റുകാരിലെ വിശേഷം? നല്ല വിശേഷം. നന്നായി പോണ്. ഭഗവതിയുടെ കൃപ ഉണ്ടെന്ന് പറയോ പാല? കാവില് വിളക്ക് തുടങ്ങാറായില്ലേ? ഉവ്. അതില് പാലിന് വേണ്ടത് എന്താച്ചാ എടുത്തോളൂ. പിന്നെ അകത്തുനിന്ന് അരിയും സാധനങ്ങളും വേണമെങ്കിൽ അതും വാങ്ങിച്ചോളൂ. ഓ. നിക്ക സാവിത്രി, പാലിന് എന്താ വേണ്ടിച്ചാ കൊടുത്തോളൂ കേട്ടോ. ഇത് നമുക്ക് അവകാശപ്പെട്ടതല്ല. നിധിയുമ്പം കിട്ടുന്നത് ഒരിക്കലും നല്ലതിനല്ല. എന്തൊക്കെയോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനകളാണിതെല്ലാം. എൻ്റെ ചാമുണ്ടേശ്വരി, നീ തന്നെ രക്ഷ. പാല, ഇത് ഭൂമിക്ക് തന്നെ കൊടുക്കുക. ദേവീക്ഷേത്രത്തിന് സമീപം ആഴത്തിൽ എവിടെയെങ്കിലും കുഴിച്ചിടുക. പാല, സൂക്ഷിക്കുക. കാരണവർ പറഞ്ഞ പോലെ ക്ഷേത്ര പരിസരത്ത് നിധി കുഴിച്ചിട്ടെങ്കിലും അത് വരാനിരിക്കുന്ന ഒരു ദുരന്തത്തിന്റെ സൂചന തന്നെയായിരുന്നു.
എന്താ എല്ലാവരും കൂടി? പൊന്മല താഴെ പുലി ഇറങ്ങി. ഇന്നേക്ക് 10 നാളായി. ആർക്കും പണിക്ക് പോകാൻ പറ്റണില്ല. എല്ലാവരും വെറുതിലേക്ക് പോവാണ്. ഉവ്വ്, നാം അറിഞ്ഞിരിക്കണു. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഇവിടുന്ന് എന്താന്ന് വെച്ചാൽ എടുക്ക. ശങ്കുണി, ഓംബ്ര, എത്ര നാളെങ്ങനെ തമ്പ്ര? പുലിയെ പിടിച്ചേ പറ്റൂ. ഇല്ലേ ഞങ്ങളും കുടുംബവും പട്ടിണി കിടന്ന് ചാവും. പുലിയെ പിടിക്കാന്ന് വെച്ചാ ആർക്കാടോ അതിനിപ്പോ ഇത്ര ധൈര്യം? ധൈര്യമുള്ളവൻ വരട്ടെ. ഞാൻ പോവാൻ തമ്പ്ര. ബാല, നീയോ? ഒരു നാട് മുഴുവൻ അറുതിയിലും മറുതിയിലും പെട്ട് ഇല്ലാതാവുമ്പോൾ അത് കണ്ടു നിൽക്കാൻ തലപ്പുലനായി എനിക്ക് ആവില്ല തമ്പ്ര. എന്നാലും പാല, തമ്പ്രാൻ കൽപ്പിച്ചനുവദിച്ചു തന്നാലും. സൂക്ഷിക്കുക. പുലിയും പാലനും ആ യുദ്ധത്തിൽ മരിച്ചു വീഴുകയാണുണ്ടായത്. പാലന്റെ മരണശേഷം തറവാട്ടിൽ തുടരെയുണ്ടായ അനിഷ്ട സംഭവങ്ങൾക്ക് പാലന്റെ മരണമാണ് കാരണമെന്ന് പ്രശ്നവശാൽ കാണുകയും പ്രതിവിധി എന്നോണം ക്ഷേത്രം നിർമ്മിക്കുകയുമാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ കാണുന്ന പ്രതിഷ്ഠ 60 വർഷം മുൻപ് പേരാനല്ലൂർ കുട്ടിയാശാരി കുമ്പിൽ തടിയിൽ തീർത്തതാണ്. വിഗ്രഹ നിർമ്മാണത്തിലും ഒരു കഥ പറയുന്നു. എത്ര നല്ല തടി തിരഞ്ഞെടുത്താലും പിറകുവശത്തായി ഒരു കേട് കാണപ്പെടുന്നു. പുലിയിൽ നിന്നും പാലൻ പുലിയന്റെ പിറകുവശത്തുണ്ടായ ആഴത്തിലുള്ള മുറിവിന്റെ സൂചനയാണതെന്ന് ഇന്നും വിശ്വസിച്ചു പോരുന്നു. പാലൻ പുലയന്റെ സന്തത സഹചാരികളായ വാക്കത്തി, വടി, മുറുക്കാൻ പൊതി, തലേക്കെട്ട് എന്നിവയെല്ലാം വിഗ്രഹത്തിലും ചേർത്തിട്ടുണ്ട്. ഇവിടത്തെ നേർച്ച ദ്രവ്യങ്ങൾക്കുമുണ്ട് പ്രത്യേകതകൾ. പാൽ, കോഴി, മെഴുകുതിരി, വെറ്റില, അടക്ക, പുകയില, മദ്യം തുടങ്ങിയ നമ്മൾ കൊടുക്കുന്നതെന്തും പാലപ്പുലയനപ്പൂപ്പൻ സ്വീകരിക്കുന്നുവെന്നും തങ്ങൾക്ക് അളവില്ലാത്ത അനുഗ്രഹം ചൊരിയുന്നുവെന്നും ഈ ഗ്രാമം വിശ്വസിക്കുന്നു. ചിറ്റെടുത്ത് കുടുംബത്തിൻ്റെ ആളുകളാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. അതിൻ്റെ ഭരണസമിതിയുണ്ട്. അതിൽ നിന്ന് ഓരോ ആളുകളെ ഇവിടുത്തെ കാര്യങ്ങൾ ദിവസവും നടത്തുന്നതിന് ഭരണസമിതി ചുമതലപ്പെടുത്തുന്ന ആളുകൾ ഒരു കാലയളവിൽ അത് ചെയ്യുകയും അതിനുശേഷം വീണ്ടും ഇങ്ങനെ ഓരോരുത്തർ മാറി മാറി ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ പൂജാതി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ പാലമ്പലേൻ അപ്പൂപ്പൻ എന്നാണ് ഞങ്ങളെല്ലാം പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായിട്ടുള്ള വഴിപാടുകൾ ഇവിടെ സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരു വലിയ പ്രാധാന്യം. നമ്മൾ എന്ത് ഉദ്ദേശിച്ച് ആ വഴിപാട് സമർപ്പിച്ചാലും അത് സാധിച്ചെടുക്കും എന്നുള്ളത് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. നാനാജാതി ആൾക്കാർ അതിനകത്ത് പ്രത്യേകിച്ച്
ഒരു മതവിഭാഗങ്ങളെ ഒന്നുമില്ല, എല്ലാ നാനാജാതി ആൾക്കാരും ഈ ഒരു ക്ഷേത്രത്തിലെത്തി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന വസ്തു കാണിക്കുക വെക്കുക അങ്ങനെ ഒരു ചടങ്ങല്ല. അപ്പോൾ പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി, അല്ലാതെ വലിയ കാശ് മുടക്കമുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ പിന്നെ മുറുക്കാൻ ഒരു മെഴുകുതിരി, അതുപോലെ നമുക്ക് മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് ചെയ്താൽ മാത്രം മതി. അവരുടെ അത് കൊടുക്കുന്ന മൂലം ആ കാര്യപ്രാപ്തി അത് ഉണ്ടാവുകയും അതുമൂലമാണ് അങ്ങനെ ആ ഒരു വിശ്വാസം ഈ നാനാജാതി ആൾക്കാരും ഈ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തി അപ്പൂപ്പൻ്റെ അനുഗ്രഹം വാങ്ങി പോകാറുണ്ട്. മതേതരത്വത്തിൻ്റെയും മാനവീയതയുടെയും ആൾരൂപമായിട്ടാണ് പാലമ്പലയൻ അപ്പൂപ്പൻ ഈ പ്രദേശത്ത് നിലകൊള്ളുന്നത്. നാനാജാതി മതസ്ഥരും ഭാവഭേദമില്ലാതെ വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ഒരുമയോടുകൂടി ഏകതയോടുകൂടി ആരാധിക്കുന്ന ആരാധനാമൂർത്തിയാണ് പാലമ്പലയൻ അപ്പൂപ്പൻ. ഈ പ്രദേശത്തിൻ്റെ ഐശ്വര്യവും ശക്തിയും പാലമ്പലയൻ അപ്പൂപ്പൻ തന്നെയാണ്. ഈ അമ്പലത്തിന് 100-100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള അമ്പലമാണ്. ഇവിടെ എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാർ, എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വളരെയധികം ദൂരങ്ങളിൽ നിന്നും ഇവിടെ തന്നെ വരാറുണ്ട്. മനുഷ്യർ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ വഴിപാടാണ്. ഈ വഴിപാട് സാധനങ്ങളൊന്നും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയാറില്ല. അവരവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യം ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നു. അവരവരൊക്കെ നേരിട്ട് അപ്പനോട് കാര്യങ്ങൾ സങ്കടങ്ങൾ നേരിട്ട് പറയുകയും നേരിട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകിച്ച് വഴിപാടുകളോ പൂജാരിയോ ഇല്ല. കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും വന്ന് വിളക്ക് കത്തിക്കും. അതിൽ ഓരോ പ്രാവശ്യം ഓരോരുത്തരെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബാക്കി വഴിപാടുകളെല്ലാം അവരവർക്ക് ഇഷ്ടമാണ്. അവരോടെന്ത് പെരുമാറ്റം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അത് കൊടുക്കും. എന്തുതന്നെയായാലും ദൈവദർശനത്തിനൊരു ദളിത് മുഖവുരയായി കഞ്ഞിറ്റുകരയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു മൂർത്തി സങ്കല്പമായി മാറിയിരിക്കുന്നു പാലൻപുലയൻ ദൈവം. കേരളത്തിൽ തുടക്കം കുറിച്ചൊരു ചെറിയ സ്ഥാപനം പിന്നീട് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ട്രാവൽ മാനേജ്മെന്റ് ശൃംഖലയായി വളർന്നു. ഒസാക്ക ഗ്രൂപ്പ് ട്രാവൽ ആൻഡ് ടൂറിസം, ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസസ്, മെഡിക്കൽ ടൂറിസം മുതലായ വിവിധ തരം മേഖലകളിലായി ഒസാക്ക ഗ്രൂപ്പിന്റെ 5 വിവിധ കമ്പനികൾ ഇന്ന് വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ഫോറിൻ മണി എക്സ്ചേഞ്ച് ആൻഡ് ടൂർ ഓപ്പറേഷൻസ്, കൂടാതെ വിസ സർവീസസ്, ഗ്ലോബൽ എയർ ടിക്കറ്റിംഗ്, ട്രാവൽ ഇൻഷുറൻസ് സർവീസസ്, ഹോളിഡേ പാക്കേജസ്, അബ്രോഡ് സ്റ്റഡീസ് എന്നിങ്ങനെ മറ്റനവധി യാത്രാ സംബന്ധമായ സേവനങ്ങളും.